ദൈവമേ, ഞാൻ വല്ലാത്ത കഷ്ടതയിലാണ്. നാളെ തീയതി 31. എൻ്റെ ടാർഗറ്റ് ഇതുവരെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദൈവമേ, ഒരു ബിസിനസ്സോട് നടന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. ഒന്ന് ശരിയാക്കി തരണമേ. ഇത് നടന്നാൽ ഞാൻ എൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചേക്കാം. എൻ്റെ കർത്താവേ, നിനക്കറിയാമല്ലോ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട കൃഷി ചെയ്യുന്നത്. ഇത്തവണത്തെ എൻ്റെ കൃഷിയെല്ലാം പോയി. ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്. എൻ്റെ പറമ്പിലെ ആ നശിച്ച പുഴുക്കളെ നീ എന്നേക്കുമായി നശിപ്പിക്കണേ. നിനക്കറിയാമല്ലോ ആ പുഴുക്കളാണ് എൻ്റെ കൃഷിയെല്ലാം നശിപ്പിച്ചത്. അപ്പുറത്തെ വർക്കിയുടെ പറമ്പിൽ ഇതുപോലൊരു കുഴപ്പവുമില്ല. ഈ ഭൂമിയിലെ എല്ലാ പുഴുക്കളെയും നീ അങ്ങോട്ട് വിടണമേ. എൻ്റെ ദൈവമേ, എൻ്റെ കൂട്ടുകാരെല്ലാവരും അമേരിക്കയിലും UK പോയി. ഞാൻ മാത്രം ഇവിടെ. എൻ്റെ ജൂനിയർ ടിബിയില്ലേ, അവനും പോയി ഇംഗ്ലണ്ടിന്. എൻ്റെ അപ്പനും അമ്മയും അവരും കണക്കാ. എന്നും എന്നെ കുറ്റം പറച്ചിലാണവർ. അവർക്ക് വെളിവ് കൊടുക്കണമേ. എനിക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്ക് പോകാൻ അവസരമുണ്ടാക്കി തരണമേ. എൻ്റെ കർത്താവേ, മണ്ടന്മാരായ ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോറ്റു. ഇവന്മാരെന്നെ കളിയാക്കുകയാണ്. വിവരം കെട്ടവരായ എൻ്റെ ഈ നാട്ടുകാരെ ഒരു പാഠം പഠിപ്പിക്കണേ. ഈ ഇലക്ഷനിൽ തോറ്റതിൻ്റെ ക്ഷീണം അടുത്ത ഫണ്ട് പിരിവിലൂടെ നികത്തണേ. അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചാലേ ഞാൻ നിനക്കൊരു തങ്കക്കുരിച്ച് പണിയിച്ചു തരാം. തനി തങ്കക്കുരിച്ച്.
എൻ്റെ ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ ബിസിനസ്സിൽ നിൻ്റെ തുണ ഉണ്ടാവണമേ. നിനക്കറിയാമല്ലോ, ഞാൻ കണ്ടമാനം പണമിറക്കിയാണ് ഈ ബിസിനസ് നടത്തുന്നത്. എങ്ങാനും ഒരു പാളിച്ച വന്നാൽ സർവ്വതും തീർന്നു. നിനക്കറിയാമല്ലോ, എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തോമസ്, അവനെ ഞാൻ അവൻ എൻ്റെ കമ്പനിയിൽ നിന്ന് ചാടി പുതിയ ബിസിനസ് തുടങ്ങി. അതെൻ്റെ ബിസിനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ദൈവമേ, എൻ്റെ സർവ്വ പ്ലാനും അതുമൂലം നഷ്ടപ്പെട്ടു. അവനെ ഒന്ന് കൈകാര്യം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തോത്രം. നിനക്കറിയാമല്ലോ, കഴിഞ്ഞ 14 വർഷങ്ങളായി പൗരോഹിത്യത്തിൻ്റെ നിറവിൽ ജീവിക്കുകയാണ് ഞാൻ. മികച്ച പുരോഹിതൻ, വാഗ്മി, ഗ്രന്ഥകാരൻ, ചരിത്രകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഞാൻ. ഇത് ഞാൻ പറയുന്നതല്ല, ഈ ഇടവകയും രൂപതയും പറയുന്നതാണ്. എനിക്കങ്ങനെ ഒരു ചിന്തയേയില്ല കർത്താവേ. മെത്രാനച്ചൻ റിട്ടയർ ചെയ്യാൻ പോകുന്ന സ്ഥിതിക്ക് കഴിയുമെങ്കിൽ ആ പോസ്റ്റിലേക്ക് എന്നെ പരിഗണിക്കണമേ. ഇന്നു നീ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ നിന്നോട് നന്ദി പറയുന്നു. നന്ദി എന്ന വാക്കെനിക്ക് ഉച്ചരിക്കാൻ നീ അവസരം തന്നതിനും നന്ദി പറയുന്നു. ദൈവമേ, ഈ ഭൂമിയിൽ ഇന്നേ ദിവസം കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിലെ എല്ലാ സൃഷ്ടിയിലും നിന്റെ മുഖം കാണുവാൻ എന്നെ അനുവദിക്കണമേ. സൃഷ്ടിയുടെ പരമപ്രധാനമായ ധർമ്മം സൃഷ്ടാവിന് നന്ദി പറയുക എന്നുള്ളതാണ്.